ഇതൊക്കെ നമ്മൾ ഷേഖുവിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. നെയ്യപ്പം, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കോഴിയട. ഇതിൽ കോഴിയടയാണ്, കോഴിയടയും ഇടിയിറച്ചി. പിന്നെ ഇതിൽ ഈ ഉണ്ണിയപ്പം, മറ്റേ എള്ളുണ്ട, അതൊക്കെ. വേറെ എന്താ ഉള്ളമ്മ? അച്ചാറ്. ഇനി വേറെ 3 ടൈപ്പ് അച്ചാറ്. പിന്നെ ഇത് ബേക്കറി. ഇതൊക്കെ നമ്മുടെ ബേക്കറിയിലുള്ള സാധനങ്ങളാണ്, ഷേഖുവിൻ്റെ ഫേവറേറ്റ്സ്, സൂരജിൻ്റെ. അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ. പാക്കിംഗ് ഒക്കെ തുടങ്ങി. ഒക്കെ ഷെയ്ന് കൊണ്ടുപോകാനുള്ളത് കേട്ടോ. ലണ്ടൻ ഷോപ്പിംഗ്. Off to ഫ്ലൈറ്റ് എടുത്തു. അപ്പം ഞങ്ങൾക്ക് സ്നാക്സ് കിട്ടി. പനീർ ടിക്ക സാൻഡ്വിച്ച്, പിന്നെ ആ ഒരു ഡ്രിങ്കും, പിന്നെ സ്മോക്ക്ഡ് ആൽമണ്ട്സും ഈ ബിസ്ക്കറ്റ്സും ആയിരുന്നു. നല്ല സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു, എനിക്കിഷ്ടമായി. അങ്ങനെ ദോഹയിൽ 6 hours ഓഫ് ടൂർ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ദോഹ ടു ഹീത്രോ ഫ്ലൈറ്റ് കയറി. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി, അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ ലണ്ടനിലെത്തി. ഇപ്പോൾ ഷേഖു പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷേഖിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. തള്ളി 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 മറിക്കാണ്. ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ, UK ദിലുവിനൊരു അറബിക് ഫാൻ, ഡൈഹാർഡ് ഫാൻ, അറിഞ്ഞോ? അത് എവിടെയാണ്, ഏത് ആംഗിളിലാണ് നിങ്ങൾ കാണുന്നത്? കണ്ടോ, ഇവളെ കാണാനാ നമ്മൾ വന്നത്, പക്ഷെ നമ്മൾ നായികനെയാണ്. വെൽക്കം. കണ്ടോ, ഇവള് ഈ പെട്ടിയും കൊണ്ട് ഓടുന്നത് ഇവളുടെ തിന്നാനുള്ള സാധനങ്ങളാ. ആ കുഞ്ഞി 2 ബാഗിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഡ്രസ്സ്. 2 boxes ഫുൾ ഓഫ് ഫുഡ് ആണ് കേട്ടോ. Say hi, Arun. Hello guys. ഷേഖുവിന്റെ ഫ്രണ്ട് ആയിട്ട്. Hello guys. ഒരു നൂലും ഒരു സൂചിയും മതി, വിത്തിൻ സെക്കൻഡ്സ് ഷേപ്പ് ചെയ്തിരിക്കും. അങ്ങനെ നമ്മള് ലിഫ്റ്റിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. എന്താ പരിപാടി? ഫുഡ് കഴിക്കല്ലേ? അത് മസ്റ്റ്. ഫുഡ് മുഖ്യം വെക്കില്ലേ? എന്താ വേണ്ടേ? You guys want English breakfast or Indian breakfast? Indian വേണ്ട. നല്ല പുട്ടും കടലയും കിട്ടുമെന്നതിലും. അമ്മ സ്പെഷ്യൽ ആയിട്ട് ഷേഖുന് പുട്ടുകുട്ടി കൊടുത്തേച്ചോണ്ട് ഗൈസ്. എന്റെ അമ്മക്ക് അമ്മ പറഞ്ഞു എന്റെ മക്കളെ പട്ടിണി കിടരുത്. ജനിച്ച് വലുതായി അന്ന് മുതൽ കഴിക്കുന്നത് എന്റെ അമ്മയുടെ പുട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ദോശ പുട്ടാണ് എന്റെ അമ്മയ്ക്ക്. അവിടുത്തെ പുട്ട് കൂടാനിട്ടാണ് എന്റെ അനിയത്തിക്ക് UK വരെ പുട്ടുകുട്ടി കൊടുത്തേച്ചിട്ടുണ്ട് എന്റെ അമ്മ. പുട്ട് വിത്ത് കടല, പുട്ട് വിത്ത് ഫിഷ് കറി, പുട്ട് വിത്ത് പപ്പടം, പുട്ട് വിത്ത് പഞ്ചസാര, വെറൈറ്റി പുട്ട്. കാർ പാർക്ക് ലെവൽ 3 ആണ് നമ്മള്. ഇതെന്തിനാ അടുത്ത ആർഗ്യുമെന്റ് വെച്ചാൽ പാർഷ്യൽ
വാങ്ങിയ കുറച്ച് സാധനങ്ങൾ 2-3 സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതെനിക്ക് വേണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച ലഞ്ച് ബോക്സ് ഫസ്റ്റ് വന്ന ഞാൻ ആമീന്റെ ലഞ്ച് ബോക്സ് കിറ്റ് വരെ മേക്കപ്പ് ഇടാൻ അടിച്ചു മാറിക്കൊണ്ടേ വില്ലെത്തിയാണ് ഇവൾ. എനിക്കങ്ങനെ ആമിയൊന്നും ഇല്ല. പങ്കി ടൈപ്പ് ഓഫ് ബാഗുകളാണ് ഇഷ്ടം. ഞാൻ കണ്ട ബസ്താക്കി എല്ലാ പൊട്ടത്തരങ്ങൾ ഈ ചേച്ചിന്റെ വീഡിയോയിലിട്ട് ചേച്ചിന്റെ വീഡിയോ വൈറലാക്കണം. അതല്ല ചേച്ചിന്റെ പ്ലാൻ നടക്കൂല. ഒരു മാറ്റമല്ലേ പൊട്ടത്തരത്തിനൊന്ന്. ഞാൻ ഈ ക്യാമറ പിടിച്ച് കയറി എടുക്കും. ഇനി മുന്നുള്ള ചേച്ചിക്ക് കിട്ടിയില്ല. അത് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഫുൾ ടൈം ക്യാമറ ഇങ്ങനെ നോക്കും. പക്ഷെ പ്രേക്ഷകർക്ക് ഇതിന് മുന്നേ പറഞ്ഞ ചളി കാണിക്കാൻ പറ്റിയില്ല. കളറ് കുറഞ്ഞാ വെളിച്ചില്ല. കുമ്പുണ്ടെന്ന് പറഞ്ഞാല് ചൂച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ കൊല്ലത്തുണ്ട് ഞങ്ങളുടെ കുട്ടിക്ക്. എടാ ഒരു കൈ പോയി. ഒന്നുമില്ല, എന്തോ വാക്ക് സംസാരിച്ചു ഉടനെ വീഡിയോ ഓണായി ഇവിടെ. അത് നിന്റെ വെറും തോന്നല് മാത്രമാണ്. പിന്നെ 2-3 പേരിലും കുറച്ച് ബുദ്ധി കുറവുള്ള കുട്ടിയാ. പക്ഷെ നീ വന്നതിൽ ഷേഖുവിന് വലിയൊരു സന്തോഷം ഞാൻ മുഖത്ത് കാണുന്നില്ല. എന്തുകൊണ്ടാ? വന്നപ്പോ മുതൽ പറയാ ഡ്രസ് എടുത്തിട്ടില്ല, അണ്ടർവെയർ എടുത്തിട്ടില്ല, എല്ലാം എന്റെ വേണം പറഞ്ഞിരിക്കാണ്. പിന്നെ ഞാൻ ഇങ്ങനെ സന്തോഷിക്കൂ. പക്ഷെ എനിക്കിപ്പോ വിഷമമുണ്ട്. ആദ്യം ഞാനും ഷേഖു ഒരേ ഡ്രസ്സ് ഇട്ടോണ്ടിരുന്ന ആളുകളായിരുന്നു. ഒരേ തടി, ഒരേ വണ്ണം, എല്ലാം ഒരുമിച്ച്. ഇപ്പൊ എന്റെ അനിയത്തിക്ക് എന്റെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. പക്ഷെ അവളുടെ ഡ്രസ്സ് എനിക്കിടാൻ പറ്റും. എല്ലാവരുടെ ഡ്രസ്സ് എനിക്കിടാൻ പറ്റും. അഹങ്കാരം. എന്റെ ചേച്ചിക്ക് എല്ലാവരുടെ ഡ്രസ്സ് ഞാൻ ഒന്ന് വിചാരിച്ചു എനിക്ക് മെലിയാൻ പറ്റും. പക്ഷെ എനിക്ക് വേണ്ട. എനിക്ക് ഹാപ്പി ആയി ഫുഡ് കഴിച്ച് ജീവിച്ചാൽ മതി. ഞാൻ നന്നായിട്ട് ഫുഡ് അടിക്കുന്നുണ്ട്. കാണാനുണ്ട്. ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് തിരിഞ്ഞു നിന്ന് പോകുന്നതാണ്. ശരിയല്ലേ? ഇതൊക്കെ വെറും ഡയലോഗ്സ് മാത്രം. ചേച്ചിയുടെ കൈ കടയില് ഓഫ് ചെയ്തോന്. വരുമ്പോഴുള്ള എല്ലാ കണ്ടന്റ്സും ഇവള് അടിച്ചു മാറ്റി. അപ്പൊ എനിക്കുള്ള കണ്ടന്റ്സ് ഇതൊക്കെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷീൽട്ടന്റെ യൂണിവേഴ്സിറ്റി. ഓ അതാരാ നോക്ക്, ഷീൽട്ടന്റെ വണ്ടി. ഇതാണോ? ഓ എത്തേ ഓടിക്കണം. മഞ്ഞ് വീഴാറൊന്നുമില്ല, മഴ പെയ്യാറുണ്ട്. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഷേട്ട ലുക്കാണല്ലോ കാറ്. ലുക്കാണല്ലോ. ദിലു ഞാൻ തൊട്ടിലിട്ട് തരട്ടെ. ഹലോ വാ വാ. ഇതുണ്ട് എന്റെ ഫ്ലാസ്കും മുമ്പ് തന്നെ ഒരുപാട് സാധനം അതല്ല ഉണ്ടോ നോക്ക്. എന്റെ ഒന്നും ഇതിലും അടിച്ചു മാറ്റിയിട്ടില്ല, എല്ലാം ഉണ്ട്. ഇത് ലിവിങ് ഏരിയ. വേറെ എങ്ങോട്ടാ പോകണം നമുക്ക്? ഇവിടെ ആയിരിക്കും ഞങ്ങൾക്ക് അടിച്ചു മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുക. എന്റെ ചേട്ടന്റെ ബെഡ്റൂം. അപ്പൊ ഫസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ബൈ ബൈ.